നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 6-ാമത്തേതും 8 മുതൽ 10 വരെയും 14, 16, 19, 21 അധ്യായങ്ങളാണ്. ഇന്നത്തെ ബൈബിൾ വായനയിൽ 2 ശമൂവേലിൻ്റെ ചരിത്ര വിവരണത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്ത് ചില സങ്കീർത്തനങ്ങളിലേക്കും അതിനെ തുടർന്ന് ചില ദിനവൃത്താന്ത പുസ്തകങ്ങളിലെ അധ്യായങ്ങളിലേക്കുമാണ് നാം പോകുന്നത്. അതിനുശേഷമാണ് 2 ശമൂവേലിൻ്റെ 5-ാം അധ്യായം മുതലുള്ളതായ തുടർ വായനയിലേക്ക് നാം മടങ്ങിച്ചെല്ലുന്നത്. അവിടെ ദാവീദ് ഒടുവിൽ മുഴുവൻ ഇസ്രായേലിൻ്റെയും രാജാവായി അഭിഷിക്തനാകുന്നതായി നമുക്ക് കാണാം. ആദ്യ നോട്ടത്തിൽ ഇത് ചരിത്ര വിവരണത്തിനിടയിലെ ഒരു തടസ്സം പോലെ തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ അതിമനോഹരമായ ഒരു ക്രമീകരണമാണ്. ഈ സങ്കീർത്തനങ്ങളും ദിനവൃത്താന്ത പുസ്തകവും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. ഉത്തരം വളരെ ലളിതമാണ്. 2 ശമൂവേൽ ദാവീദിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നു. എന്നാൽ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണ്. 2 ശമൂവേൽ ശൗലിൻ്റെ മരണം, ആഭ്യന്തര യുദ്ധം, ദാവീദിൻ്റെ ക്രമേണയുള്ള രാജത്വ ആരോഹണം തുടങ്ങിയ ബാഹ്യ സംഭവങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ സങ്കീർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥനകളും കണ്ണുനീരും ഭയങ്ങളും ആരാധനയും ആത്മവിശ്വാസവും പ്രത്യാശയും നമ്മെ കാണിച്ചു തരുന്നു. ദാവീദ് രാജാവായി വാഴിക്കപ്പെടുന്നതിന് മുൻപ് ആത്മീയമായി അവനെ ഒരുക്കുന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ. അതുപോലെ ദിനവൃത്താന്തം ശമൂവേലിൻ്റെ ആവർത്തനം മാത്രമല്ല. ശമൂവേൽ പുസ്തകം പ്രധാനമായും ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനും ദാവീദിൻ്റെ പോരാട്ടങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോൾ, 1 ദിനവൃത്താന്തം ദൈവത്തിൻ്റെ നിയമവാഗ്ദത്തങ്ങൾക്കും ആരാധനയ്ക്കും പൗരോഹിത്യത്തിനും ദൈവാലയ നിർമ്മാണത്തിനായുള്ള ദാവീദിൻ്റെ ഒരുക്കങ്ങൾക്കുമൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. 2 ശമൂവേൽ 5-ാമത്തെ അധ്യായത്തിൽ ദാവീദ് മുഴുവൻ ഇസ്രായേലിൻ്റെയും രാജാവാകുന്നതിന് മുൻപ് ദൈവരാജ്യം രാഷ്ട്രീയ വിജയത്തിൻ്റെ മേൽ മാത്രമല്ല, ആരാധനയുടെയും നിയമബന്ധത്തിൻ്റെയും ദൈവത്തിൻ്റെ പരമാധികാര പദ്ധതിയുടെയും മേലാണ് സ്ഥാപിതമാകുന്നതെന്ന് ദിനവൃത്താന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വായനകൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം ഇതാണ്: ദൈവം പൊതുവേദിയിലെ വിജയം നമ്മെ ഏൽപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ സ്വകാര്യ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. കിരീടത്തിന് മുമ്പ് പ്രാർത്ഥനാമുറിയുണ്ട്, സിംഹാസനത്തിന് മുൻപ് ആരാധനയുണ്ട് എന്നതാണ്. ഈ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതാണെങ്കിലും അവയെല്ലാം ചേർന്ന മനോഹരമായ ഒരു ആത്മീയ യാത്രയെ ചിത്രീകരിക്കുകയാണ്. 6-ാമത്തെ സങ്കീർത്തനം ദാവീദ് ആഴമായ വേദനയോടെയാണ് ആരംഭിക്കുന്നത്. അവൻ ശാരീരികമായി ക്ഷീണിതനും മാനസികമായി തകർന്നവനും ആത്മീയമായി ഭാരപ്പെട്ടവനും ശത്രുക്കളാൽ ചുറ്റപ്പെട്ടവനുമാണ്. എങ്കിലും അവൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നില്ല. മറിച്ച് ദൈവസന്നിധിയിലേക്കാണ് പ്രതികൂലങ്ങളുടെ നടുവിൽ ഓടിച്ചെല്ലുന്നത്. വാക്കുകളാൽ വിവരിക്കാനാവാത്ത പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നു എന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നു. കണ്ണുനീർ ദുർബലമായ വിശ്വാസത്തിൻ്റെ അടയാളമല്ല. ഇന്നും അനേക വിശ്വാസികൾ വിഷാദം, ഉത്കണ്ഠ, നിരാശ, കുടുംബഭാരങ്ങൾ, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ എന്നിവയുമായി നിശബ്ദമായി പോരാടുന്നു. പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലാത്ത അവസ്ഥയിലും ദൈവം നമ്മുടെ ഓരോ കണ്ണുനീരും എണ്ണുകയും നമ്മുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നു എന്ന സങ്കീർത്തനം 6 നമുക്ക് ഉറപ്പ് നൽകുകയാണ്. 8-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ വിലാപത്തിന് ശേഷം ഒരു സ്തുതി വരികയാണ്. ദാവീദ് തൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കുന്നു. ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടപ്പോൾ അവൻ ചോദിക്കുന്നു, മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം. വിശാലമായ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ എത്ര ചെറുതാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ദൈവം അവനെ മഹത്വത്താലും ബഹുമാനത്താലും കിരീടമണിയിക്കുകയും സൃഷ്ടിയുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വ്യക്തിത്വം സമൂഹം നിർണ്ണയിക്കുന്നതല്ല, നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ് നിർണ്ണയിക്കുന്നതെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ഐഡൻറ്റിറ്റി ക്രൈസിസും അപകർഷതാബോധവും താരതമ്യ ജീവിതവും നിറഞ്ഞിരിക്കുന്ന ഇന്നത്തെ തലമുറയോട് സങ്കീർത്തനം 8 പറയുന്നത് നമ്മുടെ യഥാർത്ഥ മൂല്യം ദൈവത്തിൽ നിന്നാണ് എന്നതാണ്. 9ഉം 10ഉം സങ്കീർത്തനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സങ്കീർത്തനം 9 ദൈവത്തിൻ്റെ നീതിയെ ആഘോഷിക്കുന്നു. സങ്കീർത്തനം 10 ദുഷ്ടന്മാർ എന്തുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നുവെന്ന് ചോദിക്കുന്നു. ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് ദാവീദും ചോദിക്കുന്നത്. കർത്താവേ, ദുഷ്ടന്മാർ വിജയിക്കുന്നത് പോലെ തോന്നുന്നത് എന്തുകൊണ്ട്? എന്നാൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ദാവീദ് ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കാൻ പഠിക്കുന്നു. ദൈവം നിശബ്ദനായിരിക്കുന്നത് പോലെ തോന്നാം, എന്നാൽ അവിടുന്ന് ഒരിക്കലും അഭാവത്തിലല്ല. നീതി വൈകാമെന്നാൽ അതൊരിക്കലും നിഷേധിക്കപ്പെടുകയില്ല.
ഇന്നത്തെ ലോകം അനീതിയാൽ നിറഞ്ഞതായി തോന്നിയാലും ദൈവത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാണ്. 14-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് വ്യക്തിപരമായ പാപങ്ങളെക്കുറിച്ച് മാത്രമല്ല, മുഴുവൻ മനുഷ്യരാശിയുടെയും ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഈ സങ്കീർത്തനം പാപം മനുഷ്യരാശിയുടെ സർവ്വസാധാരണമായ പ്രശ്നമാണെന്ന് വെളിപ്പെടുത്തുന്നു. മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയ അസ്ഥിരതയോ സാമ്പത്തിക മാന്ദ്യമോ സാങ്കേതിക പുരോഗതിയോ ഒന്നുമല്ല. ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ ഈ സങ്കീർത്തനം ഉദ്ധരിച്ച് എല്ലാവർക്കും ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. 16-ാമത്തെ സങ്കീർത്തനം പാപത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ദാവീദ് തൻ്റെ ആത്മവിശ്വാസം പ്രഖ്യാപിക്കുന്നു. നീ എൻ്റെ കർത്താവാകുന്നു, നീ തന്നെയാണ് എൻ്റെ അവകാശം. അവൻ്റെ സുരക്ഷ സമ്പത്തിലോ അധികാരത്തിലോ അല്ല, ദൈവത്തിൽ മാത്രമാണ്. ഈ സങ്കീർത്തനം ദാവീദിനേക്കാൾ അപ്പുറത്തേക്ക് കടന്ന് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പ്രവചനാത്മകമായി ചൂണ്ടിക്കാണിക്കുന്നു. അവൻ്റെ ശരീരം ദ്രവത്വം കാണുകയില്ല. പത്രോസും പൗലോസും ഈ സങ്കീർത്തനം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണെന്ന് വ്യക്തമാക്കുന്നു. ഇന്നത്തെ വിശ്വാസികൾക്കുള്ള സന്ദേശം ഇതാണ്: യഥാർത്ഥ സന്തോഷം സാഹചര്യങ്ങളിലല്ല, ദൈവസാന്നിധ്യത്തിലാണ്. 19-ാമത്തെ സങ്കീർത്തനം ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന 2 മാർഗങ്ങളെ വെളിപ്പെടുത്തുന്നു. ആദ്യത്തേത് സൃഷ്ടിയിലൂടെ, ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനത്തിലൂടെ. ദൈവവചനം ആത്മാവിനെ ജീവിപ്പിക്കുകയും ജ്ഞാനം നൽകുകയും ഹൃദയത്തിൽ സന്തോഷം പകരുകയും കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ദാവീദ് പറയുന്നു. സൃഷ്ടി ദൈവമുണ്ട് എന്ന് നമ്മെ അറിയിക്കുന്നു. തിരുവെഴുത്ത ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. വിവരങ്ങൾ നിറഞ്ഞിരിക്കുന്നുവെങ്കിലും യഥാർത്ഥ ജ്ഞാനം കുറവായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനം വിശ്വാസിയുടെ ഉറച്ച അടിത്തറയായി നിലകൊള്ളുന്നു. 21-ാമത്തെ സങ്കീർത്തനം ദൈവം തൻ്റെ അഭിഷിക്ത രാജാവിന് നൽകുന്ന വിജയത്തെ ആഘോഷിക്കുന്നു. ഓരോ വിജയവും കർത്താവിൽ നിന്നാണെന്ന് ദാവീദ് അംഗീകരിക്കുന്നു. ഈ സങ്കീർത്തനം നിത്യരാജ്യത്തിൻ്റെ രാജാവായ യേശുക്രിസ്തുവിലേക്കും വിരൽ ചൂണ്ടുന്നു. വിജയം മനുഷ്യശക്തിയുടേതല്ല, ദൈവകൃപയുടേതാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളുടെ മനോഹരമായ ആത്മീയ പുരോഗതി നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, 6-ാമത്തെ സങ്കീർത്തനം വേദന നിറഞ്ഞതാണെങ്കിൽ 8-ാം സങ്കീർത്തനം സ്തുതിയുടേതാണ്. 9ഉം 10ഉം സങ്കീർത്തനങ്ങൾ ദൈവത്തിൻ്റെ നീതിയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ 14-ാമത്തെ സങ്കീർത്തനം മനുഷ്യൻ്റെ പാപാവസ്ഥയുടെ തിരിച്ചറിവിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. 16-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസാന്നിധ്യത്തിലുള്ള ആത്മവിശ്വാസമാണെങ്കിൽ 19-ാമത്തെ സങ്കീർത്തനം ദൈവവചനത്തിലുള്ള ആനന്ദത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു. 21-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ അഭിഷിക്ത രാജാവിലൂടെ ലഭിക്കുന്ന വിജയത്തെക്കുറിച്ചും. ഓരോ വിശ്വാസിയുടെയും ആത്മീയ യാത്രയും ഇതുതന്നെയാണ്. ദൈവം നമ്മുടെ കണ്ണുനീരിനെ ആരാധനയായും ആശയക്കുഴപ്പത്തെ വിശ്വാസമായും ബലഹീനതയെ വിജയമായും മാറ്റുന്നു. ആത്മീയ പക്വത എന്നത് പോരാട്ടങ്ങളില്ലാത്ത ജീവിതമല്ല, ഓരോ പോരാട്ടവും ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ പഠിക്കുന്ന ജീവിതമാണ് എന്ന് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദിനെ പോലെ നാമും ദുഃഖം, ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ, അനീതി, പരീക്ഷകൾ, അനിശ്ചിതത്വം എന്നിവയിലൂടെ കടന്നു പോകും. എന്നാൽ ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളിലല്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്കാണ് നമ്മുടെ കണ്ണുകളെ ഉയർത്താൻ പഠിപ്പിക്കുന്നത്. 2 ശമൂവേൽ 5-ൽ ദാവീദിനെ ഏകീകൃത രാജ്യത്തിൻ്റെ രാജാവാക്കുന്നതിന് മുൻപ് ദൈവം അവനെ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും മാനസാന്തരത്തിലൂടെയും തിരുവെഴുത്തിലൂടെയും പൂർണ്ണമായ ആശ്രയത്തിലൂടെയും രൂപപ്പെടുത്തി. ഇതേ തത്വം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ബാധകമാണ്. ദൈവം നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. ഇന്ന് നാം ചിന്തിക്കേണ്ടുന്ന 2 കാര്യങ്ങൾ: ദൈവം എൻ്റെ സ്ഥാനത്തെ ഉയർത്തുന്നതിന് മുൻപ് എൻ്റെ ഹൃദയത്തെ ഒരുക്കാൻ ഞാൻ അവിടുത്തെ അനുവദിക്കുന്നുണ്ടോ? ജീവിതം അതിരൂക്ഷമായി ഭാരപ്പെടുമ്പോൾ ഞാൻ ആരിലേക്കാണ് തിരിയുന്നത്? 2 ശമൂവേൽ 5-ലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ദാവീദിനെക്കുറിച്ചുള്ള കൂടുതൽ ആഴമുള്ള ഒരു ധാരണയോടെയാണ് നാം അത് വായിക്കുവാൻ പോകുന്നത്. നാം ഒരു മനുഷ്യൻ രാജാവാകുന്നത് മാത്രമല്ല കാണുന്നത്, മറിച്ച് കഷ്ടതയിലൂടെയും ആരാധനയിലൂടെയും തിരുവെഴുത്തിലൂടെയും അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും ദൈവം രൂപപ്പെടുത്തിയ ഒരു ദാസൻ രാജാവാകുന്നതാണ് കാണുന്നത്. ഈ സങ്കീർത്തനങ്ങൾ വായിക്കുന്നതിലും പഠിക്കുന്നതിലൂടെയും കൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് കൂടുതൽ താല്പര്യമുള്ളത് നമ്മുടെ സ്ഥാനത്തേക്കാൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലാണ് എന്നതാണ്. നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ തികഞ്ഞ സമയത്ത് തൻ്റെ ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. ഓരോ കാലഘട്ടത്തിലും ദൈവത്തെ വിശ്വസിക്കുവാനും അവിടുത്തെ വചനത്തിൽ ആനന്ദിക്കുവാനും അവിടുത്തെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാനും അവിടുത്തെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതുവരെ വിശ്വസ്തരായി നടക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.